اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلى الله عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا رسول الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളും ഒക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു തആല നാമേയും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് കടപ്പെട്ടവരെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ പകുതിയിൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി എത്രയാണ്? റമദാൻ എന്താണെങ്കിലും ഉണ്ടാവും, നമ്മളിപ്പോൾ എത്ര ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. റമദാൻ എന്താണെങ്കിലും എന്തുണ്ടാവും, അത് 29 അല്ലെങ്കിൽ 30, അത് ഉറപ്പാണ്. നമുക്ക് എത്ര കിട്ടും എന്നുള്ളതിൽ കിട്ടിയത് അൽഹംദുലില്ലാ എന്നേ പറയാൻ പറ്റും. പക്ഷെ എന്നാലും മനസ്സറിഞ്ഞത് അൽഹംദുലില്ലാ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, റമദാൻ കിട്ടിയതിലേ മനസ്സറിഞ്ഞൊന്ന് അൽഹംദുലില്ലാ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയിക്കണം. കുറെ ആളുകൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇല്ലേ? കുറെ ആളുകൾ കൃഷി ചെയ്തിട്ടില്ലേ? അല്ലാഹു തആല എല്ലാത്തിലും ബറക്കത്ത് നൽകട്ടെ. നെല്ല് കൊയ്തിട്ടിട്ട് ഇപ്പോൾ കൊയ്യാനയക്കണില്ലേ? കൊയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കൊയ്ത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. കാരണം എന്താ, നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട് അതില് ഇല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വിളവെടുപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ പറയാൻ പറ്റൂല അല്ലേ? എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചത് എത്രയാ? നമ്മൾ നെല്ല് കൊയ്തിട്ടില്ലേ, അതിലൊരു വിളവെടുപ്പിൽ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? ആ പ്രതീക്ഷ എത്രയാ? ആ കൃഷി ചെയ്തവരോട് ചോദിച്ചു നോക്കിയേ. 100 എന്നുള്ളതിന് എത്രയാണ്? അതിനൊരു ഹദ് ഉണ്ട്, ഒരു പരിധി ഇല്ലേ? എന്താണെങ്കിലും ഇപ്പൊ ഉദാഹരണം പറയാം, 1 ഏക്കർ സ്ഥലത്താണ് നമ്മൾ നെല്ല് കൊയ്തതെങ്കിൽ അതിൽ വിളയുന്ന നെല്ല് കിട്ടത്തുള്ളൂ, അത്രേ കിട്ടും. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ പറയുന്നത് നല്ലോണം സമൃദ്ധി ഉണ്ടാവണം അല്ലേ? നമ്മൾ ബറക്കത്തിനാ പറയാ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നിലനിന്ന് കിട്ടല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ട്. മനസ്സിലായില്ല എത്രയാ? അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം എത്രയാണ്? നിങ്ങൾ പറയണം ഞാൻ കൃഷി ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്ന ആളുകൾ നിങ്ങളാ ഇല്ലേ? എത്ര? അപ്പൊ ഉദാഹരണം, ഇപ്പോൾ 1 ഏക്കർ മറ്റേ പാടത്ത് നെല്ല് കൊയ്താൽ എത്രയാ കിട്ടുക? സാധാരണ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ സാധാരണ 100 മേനി എന്ന് പറഞ്ഞില്ലേ, അതിൽ എത്ര ചാക്ക് നെല്ല് കിട്ടും, അല്ലെങ്കിൽ എത്ര കിലോ നെല്ല് കിട്ടും? സാധാരണ പറഞ്ഞോളൂ. അല്ല, അതന്നെ കൃഷിക്കാരോട് തന്നെയാ ചോദിക്കുന്നത്. കൃഷിക്കാരോട് തന്നെയാണ് ചോദിക്കുന്നത്. കൃഷിക്കാർ മാത്രം മറുപടി പറയണമെന്നില്ല കേട്ടോ, അറിയുന്നവർക്ക് പറയാം. എന്താണ്? എത്ര? 25 കിൻഡൽ. അല്ല, നമ്മൾ ശരാശരി ഏറ്റവും ടോപ്പ് പിടിച്ചോ, ഒട്ടും കുറക്കണ്ട, ഏറ്റവും ടോപ്പ് പിടിച്ചോ, 30 കിൻഡൽ കിട്ടും ഇല്ലേ? 30 കിൻഡലല്ലേ കിട്ടുക? ഞാൻ അങ്ങനെ കൂട്ടിക്കോ. ഏറ്റവും ടോപ്പ് ഏതാണ്? 1 ഏക്കറിൽ വിശാലമായി കൃഷി ചെയ്ത് ഈ പറയപ്പെട്ട പോലെ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഒരു നെൽക്കതിര് പോലും നഷ്ടപ്പെട്ടു പോകാതെ പൂർണ്ണമായും വിളവുണ്ടായി 30 കിൻഡൽ നമ്മൾ കൂട്ടിക്കോ. ആണെങ്കിൽ നമ്മുടെ പകരം 5 തരാം, 35 ആക്കിക്കോ ഇല്ലേ? ഈ 35 കിട്ടിയ ഈ കർഷകൻ, കൊയ്ത കർഷകനില്ലേ, ആ കർഷകനോട് നമ്മൾ ചോദിച്ചു നോക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ കൃഷി, എങ്ങനെ ഉണ്ടായിരുന്നു, വിളവെടുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു നോക്ക്. അല്ല, അത് പറയട്ടെ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? ഇല്ല. അവിടെ കൃഷി ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഈ 1 ഏക്കറിൽ അത്രേ ഉണ്ടാവൂ. 1 ഏക്കറിൽ നമ്മൾ നെല്ലിട്ടത് കൊണ്ട് പിന്നെ അവിടെ എന്തില്ല, 2 ഏക്കറിന്റെ 3 ഏക്കറിന്റെ നെല്ലൊന്നും ഒരിക്കലും അതിൽ വളരില്ലല്ലോ, ഇല്ലല്ലോ. ഒരു ഇതിൽ നിന്ന് എത്രയോ വളരും. അപ്പൊ അത് ഞാൻ പറയാം, 100 മേനി എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്കില്ല, ഇല്ലല്ലോ. പക്ഷെ എന്നാലും ഇത് കിട്ടിയ ആളോട് ഇത് ലാഭമാണോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാല് ആ ആളെന്താ പറയാ? പെട്ടെന്ന് മറുപടി പറയൂല. എങ്ങനെയാ ലാഭവും നഷ്ടവും എവിടെ കണക്കാക്കുക? വിളവെടുപ്പിലല്ല. നമ്മളൊക്കെ കരുതിയെന്നാ അവിടെ മൊത്തം വിളവെടുപ്പുണ്ടായ ലാഭവും നഷ്ടവും അവിടെയാണോ? അല്ല.
അത് നമ്മളിലേക്ക് തട്ടിച്ചു നോക്കല. അതെത്ര ചെലവായിട്ടുണ്ട്, ഞാനതിന് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ അതിലെത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ വിഷയത്തിൽ എത്രത്തോളം ചെലവായിട്ടുണ്ട്, ആ ചെലവായതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വിളവ് നോക്കല്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ. എന്നിട്ട് അതിനെ താരതമ്യപ്പെടുത്തിയിട്ട് കിട്ടിയതിൽ നിന്ന് 35 കിൻഡല് കിട്ടിയതിൽ നിന്ന് ആ നഷ്ടം എനിക്കുണ്ടായ ചെലവുകളും എല്ലാം കണക്കാക്കിയിട്ട് ബാക്കി കിട്ടുന്നതാ ലാഭം. ആ കിട്ടുന്നതിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ നഷ്ടം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല? 10 രൂപയുടെ ഒരു സാധനം നമ്മൾ വാങ്ങി, ആ 10 രൂപ ലാഭത്തിന് നമ്മൾ കച്ചവടം ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാ? ആ 10 രൂപയുടെ പ്രൊഡക്റ്റിൽ നമുക്കുണ്ടായ ചെലവുകൾ എന്തൊക്കെയാണോ അതൊക്കെയും കഴിഞ്ഞിട്ട് ബാക്കി കിട്ടണം, അല്ലേ? ഇനി 10 രൂപയുടെ പ്രോഡക്റ്റ് 15 രൂപക്ക് വിറ്റു, ലാഭമാണോ എന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ നഷ്ടമായിരിക്കും. കാരണം 10 രൂപയുടെ പ്രോഡക്റ്റിന് 20 റുപ്യ നമ്മൾ ചെലവാക്കിയിട്ടുണ്ടാവും. 15 രൂപയിൽ കൂടുതൽ വിൽക്കാൻ പറ്റൂല. വാങ്ങുന്ന ആൾക്ക് തോന്നുന്നു എന്താ, 15 ലാഭമല്ലേ, 10 റുപ്യയുടെ സാധനമല്ലേ, 15 ഞാൻ തന്നില്ലേ. വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും, ചിലപ്പോൾ ആ 10 രൂപക്ക് 20 രൂപ അവൻ ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പൊ അവനക്ക് 5 രൂപ അവിടെ നഷ്ടത്തിലാണ്. സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ ഈ വിളവെടുപ്പ്, ഇല്ലേ? ചിലവർക്ക് ചിലപ്പോൾ ഞാൻ 100 മേനി ഉണ്ടായിട്ടില്ല, പക്ഷെ അവനക്ക് ലാഭമായിരിക്കും. മറ്റേത് അങ്ങനല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ല? നമ്മളുടെ ലാഭങ്ങൾ പല ഭാഗങ്ങളിലൂടെ ചോർന്നു പോവുകയാണ്. നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ പല ഭാഗങ്ങളിലൂടെ. അത് എപ്പോഴാണ് തിരിയുന്നത്? വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ, അല്ലേ? അപ്പോഴാണ് നമുക്ക് തിരിയത് എവിടേക്ക് ഇങ്ങനല്ലത്, നമ്മൾ ഇങ്ങനല്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു പ്രതീക്ഷ ഉള്ളത്. അള്ളാഹു തആല പ്രതീക്ഷ നിലനിർത്തി തരട്ടെ. നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പൊ ഈ വിളവെടുപ്പ് നടക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം അവർക്ക് ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഈ കോലത്തിൽ കണ്ടിട്ടില്ലെങ്കിലോ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇത് എവിടെ പോയത്? ഒക്കെ കച്ചവടക്കാരോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും. കച്ചവടം നടക്കുന്നുണ്ട്, പിന്നെന്താ നോക്കുന്നത്, ഫുള്ള് നഷ്ടമാണ്. കച്ചവടം നടക്കുന്നുണ്ട്, പിന്നെന്താ നോക്കുന്നത്, ഫുള്ള് നഷ്ടമാണ്. എവിടേക്കോ നമ്മുടെ ലാഭങ്ങൾ ചോർന്നു പോകുന്നു. അതിൽ കാരണക്കാരാരാ? നമ്മൾ തന്നെയാണ്. അത് വേറെ വിഷയമാണ്. എന്നാൽ പരിശുദ്ധ റമദാനും അങ്ങനെയാണുള്ളത്. വിളവെടുപ്പ് എടുത്തിട്ടില്ല, ഫലം വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് മനസ്സിൽ എന്തോ ഒരു ധാരണയാണ്. ഇനി ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ, ആ വിഷയത്തിൽ തന്നെ, കൃഷിയിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞു, നിങ്ങളത് പാടം അതാദ്യം ഉഴുതുമറിക്കും, അല്ലേ? ഉഴുതുമറിച്ച് വിത്ത് ഇട്ട് അതിനെ മുളപ്പിച്ച്, വിത്തിട്ട് അതിനെ സെപ്പറേറ്റ് വിത്ത് മുളപ്പിക്കും. അതിനുശേഷം അത് പറിച്ചു നടും. അങ്ങനെ തന്നെയല്ലേ ഇവിടെ പറയല്? പറിച്ചു നടും. പിന്നെ അതിനുശേഷം കൃത്യമായിട്ട് വളം കൊടുക്കും, ഇല്ലേ? എല്ലാം കഴിഞ്ഞു. അങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിലൊരു ആ വിഷയത്തിൽ അതിൻ്റെ വിളവെടുപ്പിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, അല്ലേ? കാരണം ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലേ? എന്നിട്ട് പിന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഇനി കാലാവസ്ഥ പ്രതികൂലമാകാതിരുന്നാൽ, മറ്റുള്ള കളകളൊന്നും മറ്റുള്ള ഈ നെല്ലിന് ബാധിക്കുന്ന കീടങ്ങളൊന്നും സംഭവിക്കാതിരുന്നാൽ നമുക്കൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഇതുവരെ തെറ്റിയിക്കണോ? ഉണ്ടോ? നമ്മൾ കൃത്യമായിട്ട് പരിചരിച്ചു എങ്കിൽ ആ പ്രതീക്ഷ തെറ്റലില്ല. നേരെ മറിച്ച് ഇതൊന്നും ചെയ്തിട്ടില്ല, വെറുതെ കുറച്ച് വിത്ത് വാരി ഇട്ടു, കുറെ മുളച്ച്, അതിനിടയിൽ കൂടെ കുറെ കളകളും മുളച്ച്, നമ്മൾ വേണ്ട വിധേന അതിനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് വിളവെടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിരല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്നാൽ ഏത് രൂപത്തിലാണ് ഇപ്പൊ ഞാനും നിങ്ങൾ ഈ റമദാനിനെ ഈ 15 ദിവസം കഴിച്ചിട്ടുള്ളത്, സമീപിച്ചിട്ടുള്ളത് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. പകുതി കഴിഞ്ഞു. ഇനിയുള്ളത് പകുതിയാ അല്ല, അല്ലെങ്കിൽ അതിലും കുറവാണുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ. അതാണ് ഈ റമദാൻ, ഈ വർഷം എന്നല്ല നമ്മൾ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ. അടുത്ത വർഷം ഒരു ഉറപ്പുമില്ല. അപ്പൊ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ? നമ്മൾ ഏത് വിഷയത്തിൽ അങ്ങനെയല്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടല്ലേ പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ. പക്ഷെ ഇപ്പോഴും നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഇതിന് മാത്രം, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് മാത്രം നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. എന്താണ്? എന്തോ കിട്ടാനുണ്ട്. ആ പ്രതീക്ഷ വേണ്ട. അധ്വാനിക്കാത്ത ഒരാൾക്കും ഒന്നും കിട്ടത്തില്ല.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ റമദാനിന്റെ പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു നമ്മളിൽ നിന്ന്. അവശേഷിക്കുന്ന ദിനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 30 2 പാർട്ടാക്കിയിട്ട് രണ്ടാമത്തെ സെക്ഷൻ ഗൗരവപൂർവ്വം സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. നബിതങ്ങളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ആ നബിതങ്ങൾ റമദാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിന് വേണ്ടി തിരഞ്ഞെടുത്തത്, ഇബാദത്തുകൾ ദീർഘിപ്പിച്ചത്, കൂടുതലാക്കിയത് രണ്ടാം പകുതിയിലാണ്. എന്ന് പറഞ്ഞാൽ അത്രയും അതിന് ഗൗരവവും മാഹാത്മ്യവും കൂടിയത് കൊണ്ടാണ് അതിലേക്ക് അല്ലാഹു തആല നമ്മളെ എത്തിച്ചതാണ്. പാപമോചനത്തിന്റെ 10ഉം അതുപോലെ തന്നെ നരകമോചനത്തിന്റെ 10 അവിടെ കിടക്കുക. ഈ 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു പാപെങ്കിലും നമ്മളിൽ നിന്ന് നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടോ? കൂട്ടുകയല്ലാതെ ഒരു പാപെങ്കിലും നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് വർദ്ധിപ്പിക്കുകയല്ലാതെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? പേടിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആയും നബിതങ്ങളുടെ ആമീനും നമ്മൾ പേടിച്ചേ മതിയാകും. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കണം, എല്ലാവരും പേടിക്കണം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറുമ്പോൾ 3 ആമീൻ പറഞ്ഞത്, സഹീഹായ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്തിനാണ് ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞത് അതാണ്, റമദാൻ ഒരാൾക്ക് എത്തിച്ചു, റമദാനിലേക്ക് അവൻ എത്തിച്ചു, ഫലം യഗ്ഫിർ ലഹു, ഒരു പാപങ്ങളും അവൻ ആ റമദാനിൽ പൊറുപ്പിച്ചിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്നൊരു മാസം റമദാനാണ്. എന്നിട്ട് പോലും അതിലൊരു തെറ്റ് പോലും അവൻ എന്ത് ചെയ്തിട്ടില്ല, മായ്ച്ചു കളഞ്ഞിട്ടില്ല. എങ്കിൽ അവനക്ക് നാശം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ആമീൻ പറഞ്ഞ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗണത്തിൽ നമ്മൾ പെടാൻ പാടില്ല. നമ്മളിപ്പോഴും നാൾക്ക് നാൾ നമ്മുടെ തെറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം കഴിയും തോറും നാവിനും കണ്ണിനും ലൈസൻസ് ഇല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അപകടം തന്നെയാണ്. വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഖേദിച്ചു പോകും. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും അതാണ്, ഖബറാണ്, ആഖിറമാണ്. നാം ചെയ്ത കൃഷിയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതുവരെ നമ്മളിപ്പോ കൃഷിയുടെ ഭാഗമാണ്, ഇനി നമ്മൾ ചെയ്യുന്നത് ഫലങ്ങൾ അനുഭവിക്കുന്നതാണ്. മരണം, ഖബർ, ആഖിറം, ഇവിടൊക്കെയാണ് നമ്മൾ ഈ ചെയ്തതിന്റെ ഫലം നമുക്ക് കിട്ടി തുടങ്ങുക. ദുനിയാവ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് ചെയ്തൊന്നും ഇവിടുന്ന് ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടുന്ന് ചെയ്തതിനൊന്നും ഇപ്പൊ തന്നെ ഫലം കിട്ടൂല. കാരണം ദുനിയാവിൽ അങ്ങനെ നമുക്ക് ഫലം തരൂലല്ലോ. കാരണം ഇവിടെ തന്നു കഴിഞ്ഞാൽ തരുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരിധിയുണ്ട്. എത്ര തന്നാലും ആ സുഖം താൽക്കാലികം നിൽക്കുള്ളൂ, നമുക്ക് അത് കിട്ടിയിട്ട് കാര്യമല്ല. അപ്പൊ അള്ളാഹ് തരുമ്പോ നമുക്ക് എന്നൊന്നും നിലനിൽക്കുന്ന കോലത്തിൽ തരണമെങ്കിൽ അത് ആഖിറത്തിലാണ്. അത് എവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക? മരണസമയം മുതൽ നാം ചെയ്തതിന്റെ ഫലങ്ങൾ അവിടുന്ന് നമുക്ക് തന്നു തുടങ്ങുന്ന. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കിതാബുകളിൽ കാണാൻ കഴിയും, നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് എവിടുന്ന് മുതലാ? മരണം. അത് നന്മയാണെങ്കിലും അങ്ങനെ തന്നെ, തിന്മയാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ നമ്മളൊക്കെ തെറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്, നമുക്കൊരു കുഴപ്പവും പറ്റണില്ല, അല്ലേ? നമ്മളങ്ങനെ എന്താ പ്രശ്നമുള്ള വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനെന്താ, നമുക്ക് നാൾക്ക് നാൾ ആരോഗ്യം വർദ്ധിക്കുകയാണ്, അല്ലെങ്കിലോ സമൃദ്ധി വർദ്ധിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാതെ വീണ്ടും നമ്മള് തെറ്റുകളിലായിട്ട് തന്നെ മുഴുകി പോകുകയാണ്. ഫിറഔനിനും ഹാമാനിനും ഒക്കെ സംഭവിച്ചതും അതൻ തന്നെ. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫിറഔന് എന്തെങ്കിലും സംഭവിച്ചോ? അല്ലാഹു തആല അങ്ങനെ വിട്ടു വെച്ചു. അതിന്റെ അർത്ഥം അവൻ ചെയ്തത് ശരിയായിട്ടല്ല, അവസാനം ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണ്ട, ആ തെറ്റിൽ തുടർന്ന് പോവേണ്ടതില്ല. പശ്ചാത്തപിച്ച് മടങ്ങേണ്ട ദിനങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മുടെ കൽബൊക്കെ ഇപ്പൊ എത്രയും ഞാൻ വഴന്നു പറയണ ഞാനൊന്ന് നന്നാവേണ്ടേ, കഴിയുന്നില്ല. കേൾക്കണം, നിങ്ങൾക്ക് ആ സമയത്തിൽ ചിലപ്പോൾ ഉണ്ട് ഒന്ന് നന്നാവണം തോന്നി, പടി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കൊണ്ടും പഴയ മാതിരി തന്നെ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കൽബിലൊക്കെയും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുക. അതാദ്യം ക്ലീൻ ആക്കാതെ വീണ്ടും അതിലേക്ക് എത്ര നല്ലത് പറഞ്ഞാലും കേൾക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മുഅ്മിനിന്റെ ഒരു വിശ്വാസി, ഒരു മനുഷ്യന്റെ ഹൃദയം പ്രസവിക്കുന്ന സമയത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് തെളിഞ്ഞ ഹൃദയവുമായിട്ടാണ് വരുന്നത്. നമ്മളൊക്കെ അങ്ങനെ വന്നതാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് വരുന്നത്, തെളിഞ്ഞ ഹൃദയമായിട്ടാണ് വരുന്നത്. ആ ഹൃദയത്തിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും മോശത്തരങ്ങളും കാരണം
ആ ഹൃദയത്തിലൊക്കെ ഓരോ അടയാളം അള്ളാഹു താഴെ വീഴ്ത്തുന്നു. ഓരോ കറുത്ത പാടുകൾ, ഡോട്ടുകൾ നാം ചെയ്യുന്ന തെറ്റുകൾക്കനുസരിച്ച്, തോന്നിവാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ, തെളിഞ്ഞ ഹൃദയത്തിൽ ഓരോ കറുത്ത ഡോട്ടുകൾ ഇങ്ങനെ വരും. അതങ്ങനെ വന്ന് 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 നമ്മൾ ഈ പാപക്കറ എന്നിങ്ങനെ പറയില്ലേ, അത് വെറുതെ ഒരു ആലങ്കാരികമായി പറഞ്ഞതല്ല, ഉള്ളത് തന്നെയാണ്. നമ്മൾ പറയില്ല പാപക്കറ എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു അടയാളമുണ്ട്, ഞാൻ ചെയ്ത തെറ്റിന്റെ ഒരു അടയാളമുണ്ട്. ആ അടയാളത്തെ കഴുകിക്കളഞ്ഞ് പൂർണ്ണ ഹൃദയമുള്ള ആളായിട്ട് മാറണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വിഷയങ്ങളും പറഞ്ഞപ്പോൾ തൗബയുമായിട്ട്, ഹജ്ജുമായിട്ട്, ഉംറയുമായിട്ട് അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന വിഷയങ്ങൾ നിബിധങ്ങൾ പറയുമ്പോഴൊക്കെ അവിടെ നിബിധങ്ങൾ ഉദാഹരിക്കുന്നത് എങ്ങനെയാ? വലദത്തു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുട്ടിനെ പോലെ. കേട്ടുക്കണോ നിങ്ങൾ? അങ്ങനെ ഒരാളെ ഹജ്ജ് ചെയ്താൽ എങ്ങനെയാവും? ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാവും. ഒരാൾ മഖ്ബൂലും മബ്റൂറുമായ ഉംറ ചെയ്താൽ എങ്ങനെയാവും? ഉമ്മ പ്രസവിച്ച കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ, ഉമ്മ പ്രസവിച്ച കുട്ടിയുടെ പ്രത്യേകത എന്താ? എന്താ? അതാ നിഷ്കളങ്കമായത് എന്ന് പറഞ്ഞാല് പാപങ്ങളൊന്നും ഉണ്ടാവൂല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താട്ടെ, തൗബ ചെയ്തിട്ട് നമുക്കുണ്ടാകേണ്ട ക്വാളിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് തൗബയിലേക്ക് ഇറങ്ങാനാണ്. ഇനി ഓരോ ദിവസവും അവരവര് ചെയ്തത് ഏറ്റു പറയേണ്ട ദിനങ്ങളാണ്. അത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ക്വാളിറ്റി അതെന്തിനാ? ചെയ്തത് തൗബയാണെന്ന് ഉറപ്പുവരുത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്താൽ ഉമ്മ പ്രസവിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടിയാകുന്നല്ല, അവന്റെ ആ കുട്ടിയുടെ ഹൃദയം എങ്ങനെയാണ്? ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് മാത്രമാണോ പ്രശ്നം? ഇത് അങ്ങനെയാണോ? കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്താ കുട്ടീന്റെ ക്വാളിറ്റി? എന്താ? ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, അഹങ്കാരമില്ല, അസൂയയില്ല, ഉണ്ടോ? ഒന്നുമില്ലാത്തൊരു ഹൃദയത്തിന്റെ ഉടമയായി നമ്മൾ മാറണം. അങ്ങനെ മാറിയെങ്കിലേ കാര്യമുള്ളൂ. ഒരാളോട് വെറുപ്പ് വെച്ച്, വിദ്വേഷം വെച്ചിട്ട് നമ്മൾ എത്ര ഇബാദത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നാണ്. തെളിഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കണം അസ്രായേലിനെ നേരിടേണ്ടത്. ഒരാളോടും വെറുപ്പുണ്ടാവില്ല, ഒരാളോടും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായി ബാധ്യതയിൽ വെക്കാൻ പാടില്ല. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, നിബിധങ്ങളുടെ വാക്കാണ്. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നതാണ് ഇത് തൗബ. ആത്മാർത്ഥമായ തൗബ ചെയ്താൽ ആ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളതാ. കാരണം പറഞ്ഞത് നിബിധങ്ങളായതുകൊണ്ട് തർക്കമില്ലാത്തതാണ്. പക്ഷെ അപ്പൊ നമ്മൾ എത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്തായിട്ടില്ല? ചെയ്തത് തൗബയായിട്ടില്ല. അതുകൊണ്ട് തൗബയുടെ വഴിയിലൂടെ സഞ്ചരിക്കണം. ഇനി അങ്ങനെ ചെയ്തെങ്കിലേ അടുത്തത് നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയും. ഞാനടക്കം നിങ്ങളോടല്ല പറയുന്നത്. കാരണം ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പ്രശ്നം എന്താ? മാലിന്യങ്ങളാണ്. നമ്മൾ എത്ര പറഞ്ഞാലും അങ്ങോട്ടും കൽബിലേക്ക് എത്തുന്നില്ല. അപ്പൊ ചോദിക്കും, ഉസ്താദേ റബ്ബിന്റെ ഒരു തൗഫീഖ് വേണ്ടേ? ഇനിയിപ്പോ നമുക്ക് പറയാനുള്ള നമുക്ക് ഇത്രയൊക്കെ വഴല് പറഞ്ഞു, ഉസ്താദ് ഓർക്കണം. എന്തിന്? അല്ലാഹ് ഒന്ന് നന്നാക്കി തരാൻ. അല്ലാഹ് കാരണം തെറ്റ് ചെയ്യിക്കാൻ തോന്നിപ്പിക്കാൻ ധാരാളല്ലേ? ഇല്ലേ? ആണോ? അല്ലേ? ആണ്. പിന്നെ നമ്മൾ എന്താ കാട്ടുക? അല്ലാഹ് അങ്ങനെ തോന്നിപ്പിക്കുകയാണ്. ആ ധാരണയും കൂടി ഒന്ന് തിരുത്തണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹ് നീതിമാനാവുക. നന്മ പടച്ചതാരാ? പറയണം. നന്മ പടച്ചതാരാ? നല്ലതൊക്കെ ഇവിടെ പടച്ചതാരാ? അല്ലാഹ്. തിന്മ പടച്ചതും ആരാ? അല്ലാഹു അല്ലേ? അല്ലേ? നമുക്ക് നന്മയിലേക്ക് പോകാൻ കഴിവ് തന്ന ആളാരാ? അല്ലാഹു. തിന്മയിലേക്ക് പോകാനും കഴിവ് തന്ന ആളാരാ? അവിടെ പോയിട്ട് ചെയ്യുമ്പോഴും കഴിവ് തരുന്ന ആളാരാ? അല്ലാഹു അല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഈ തെറ്റ് ചെയ്തതിന് അള്ളാഹ് നമ്മളെ കുറിച്ച് ശിക്ഷിച്ച അവൻ നീതിമാനാണോ? അള്ളാഹ് ആദിലാണ്. അള്ളാഹുവിന്റെ 99 പേരിൽ ഒന്ന് ആദില് എന്നാണ്. ആദിൽ എന്ന് പറഞ്ഞാൽ എന്താ? നീതിമാനാണ്. നിങ്ങൾക്ക് ചോദിക്കും, ഞാൻ എൻ്റെ കുട്ടിക്ക് വിളിച്ച് ഇവിടെ വാന്ന് പറഞ്ഞൊരു 100 രൂപ കൊടുത്ത്, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് നീ കൊണ്ടുപോയി മിഠായി വാങ്ങി തന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു. അവൻ അതേമാതിരി ചെയ്ത എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് അവൻ ആ ചെയ്തതിന് ഞാൻ അവനെ പിടിച്ച് തല്ലിയ, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് പറയാ? പറയും. എങ്കിൽ നമ്മൾ ഈ ചെയ്യണ തെറ്റൊക്കെ അള്ളാന്റെ പഠനം കിട്ടിട്ട് രക്ഷപ്പെടാന്നാണോ കരുതിയിരിക്കുന്നത്? കരുതണ്ട. ഒരിക്കലും എല്ലാം നമ്മളെ കൊണ്ട് എല്ലാം പടച്ചത് അള്ളയാണ്. നന്മ പടച്ചതും തിന്മ പടച്ചതും നമുക്ക് കഴിവ് നൽകുന്നതും എല്ലാം അള്ളയാണ്. പക്ഷെ ഒരു വിഷയത്തിൽ അള്ള ഇടപെടൂല. ഏത് വിഷയം എന്ന് പറയട്ടെ? തീരുമാനിക്കേണ്ട വിഷയത്തിൽ. ഏത് സെലക്ട് ചെയ്യണം ആ വിഷയം, അത് അള്ളാഹു തആല നമുക്ക് വിട്ടു തന്നിട്ട് എന്ത് വേണം? നന്മ അള്ളാഹു പടച്ചു,
തിന്മയും അള്ള പടച്ചു. ഈ രണ്ടും നീ ചെയ്യാൻ തയ്യാറായിക്കോ, കഴിവ് ഞാൻ തരും, തൗഫീഖ് ഞാൻ. പക്ഷെ എന്ത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിനാണ് മാർക്ക്. സെലക്ട് ചെയ്യുന്നതിനാണ് മാർക്ക്. അത് സെലക്ട് ചെയ്യുന്നതിന് നന്മയും തിന്മയും ഒക്കെ പറയാണ്. ഓ, കുട്ടിക്ക് ഞാൻ 100 രൂപ കൊടുത്തിട്ട് പറയാണ്, നീ ഇതുകൊണ്ട് നല്ലത് ചെയ്താൽ നിനക്ക് ഞാൻ എന്ത് ചെയ്യും, കൂലി വേറെ തരും. അല്ല, നീ ഇതുകൊണ്ട് തോന്നിവാസമാണ് ചെയ്യണതെങ്കിലോ അടി ഞാൻ നിനക്ക് കിട്ടും. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ എന്ന് നമ്മൾ പറയില്ലേ? ആ തീരുമാനം നമ്മൾ എടുക്കേണ്ടതാണ്. എടുക്കുന്ന തീരുമാനത്തിന് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഇനിയും നമ്മൾ അമാന്തിച്ചിരുന്നിട്ട് അല്ല നമ്മൾ ഇറങ്ങി വന്ന് നന്നാക്കുന്നുള്ള ധാരണ തിരുത്താനാണ്. നിങ്ങൾ തീരുമാനിക്കണം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, നമ്മൾ നന്നാവണോ കേടുവരണോ. ആ തീരുമാനം ഉറച്ചതാണോ അതിന്റെ ഫലം കാണുക തന്നെ ചെയ്യും. അപ്പോഴാണ് ആ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുള്ളൂ. അപ്പോഴാണ് വഴികളും മാർഗങ്ങളും അല്ല തുറന്നു തരുള്ളൂ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളും അതാണ്. പക്ഷെ അതിലെന്ത് വേണം? നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, ഞാൻ എന്ത് വേണം. അതിന്റെ മുമ്പിൽ, നമ്മുടെ തീരുമാനത്തിന്റെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. അത് തരണം ചെയ്യണം നമ്മൾ. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ, ഒരു അധ്വാനിക്കാതെ, ഒരു എഫേർട്ട് എടുക്കാതെ നമ്മൾ എല്ലാം റബ്ബ് വന്ന് ചെയ്തെന്ന് നമ്മളെ നന്നാക്കി തരണം ഒരിക്കലും ഇലാ യൗമിൽ ഖിയാമ നന്നാക്കി തരൂല. നമ്മൾ തീരുമാനം എടുക്കണം, ഉറപ്പിച്ച് തീരുമാനം എടുക്കണം, ഞാൻ ഇങ്ങനെയാവണം, അതിനെന്തൊക്കെ ചെയ്യണം, അത് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതായിരിക്കും, പ്രയാസകരമായിട്ടുള്ളതായിരിക്കും. പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് തീരുമാനിക്കണം. നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല വെളിവാക്കി തന്നിട്ടുണ്ട്. തിരിച്ചറിയാനുള്ള ബോധം തന്നിട്ടുണ്ട്, ഇല്ലേ? തിരിച്ചറിയിച്ച് തന്നിട്ടുണ്ട്. നന്മ ചെയ്താലുള്ള നേട്ടങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. തിന്മ ചെയ്താലുള്ള ശിക്ഷകളും അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. സംഗതി എല്ലാം അള്ള പടക്കുന്നതാണെങ്കിലും ഇനി എന്ത് വേണം, ഏത് ചെയ്യണം? നന്മ ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണോ, അല്ലെങ്കിൽ തിന്മ ചെയ്തുകൊണ്ട് അവന്റെ ശിക്ഷക്ക് പാത്രമാകണോ? തീരുമാനിക്കേണ്ട ആളുകൾ നമ്മളാണ്. രണ്ടാണെങ്കിലും സഹായം അള്ളാന്റെ അടുത്ത് നിന്നാണ്. അപ്പൊ ഏത് വേണം എന്നുള്ളത് ഇനി തീരുമാനിക്കണം. അതെല്ലാം ഇതുവരെയുള്ള ജീവിതങ്ങൾ അപാകതകളാണെന്ന് തിരിച്ചറിഞ്ഞ് നല്ലതിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? തൗബ ചെയ്തോളൂ. ഏറ്റവും നല്ല മാസമാണ്, നന്നാകാൻ ഏറ്റവും നല്ല മാസമാണ്. ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് തിരുത്താം. മറ്റേ ഇടയിലൊന്നും പറ്റൂല. ഇതിപ്പോ റമദാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഹജ്ജ് കഴിഞ്ഞു, ഒരു ഉംറ കഴിഞ്ഞിട്ടൊക്കെ വന്ന് നമ്മുടെ ലൈഫിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആക്കി നമുക്കത് വെക്കാൻ കഴിയും. കാരണം എന്താ? ആരും നമ്മൾ എതിർക്കൂല. നമ്മുടെ ജീവിതത്തിലെ മാറ്റം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യൂലേ? മറ്റേത് നമുക്ക് തന്നെ ഒരു വഷളാണ്. പെട്ടെന്നൊരു ദിവസം എല്ലാം തോന്നിവാസം തെറ്റ് ചെയ്തെന്ന് പെട്ടെന്നൊരു ദിവസം തൊപ്പിയിട്ട് നടക്കുമ്പോൾ കളിയാക്കും, അല്ലേ? നേരെ മറിച്ച് അതില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാകാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളും ഏറ്റവും നല്ല നിമിഷങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. എങ്കിലേ ഇനി ബാക്കിയുള്ള കാര്യം, കാരണം ഇനി നമുക്ക് പറയാനുള്ളതൊക്കെയും അങ്ങനത്തെ കാര്യങ്ങളാണ്. മരണത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ആ മരണം ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ എന്തെന്നെ പറഞ്ഞാലും അത് ഉൾക്കൊള്ളണമെങ്കിൽ ഇനി പ്രത്യേകിച്ചൊരു വയത് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് അങ്ങനെയല്ല. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കൽബിൽ കഴിയണമെങ്കിൽ ഈ ഒരു തീരുമാനം വേണം. കാരണം ഞാൻ ഇനിയിപ്പോ എന്തെന്നെ ചെയ്താലും ഞാൻ കള്ളുകൂടി നിർത്തൂല എന്ന് പറയണോന്റെ അടുത്ത് ഖബർ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അഷറിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ട് അവൻ എന്ത് പറഞ്ഞാലും ഞാൻ കുടിക്കും തന്നെയാണ് അവൻ പറയുന്നത്. പിന്നെ അവനോട് വഴു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നേരെ മറിച്ച് ഒരല്പെങ്കിലും എനിക്കൊന്ന് മാറണം, അതിനുള്ളൊരു മാർഗം എന്താണ്? അപ്പോഴേ നമുക്ക് അതിനുള്ള വകുപ്പുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇനി തീരുമാനിക്കുക എന്ത് വേണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി പോകേണ്ടത് ഞാൻ പറയുക നരകാണ്. ഇതുക്കുമിനാർ അവസാനത്തില്, കാരണം നരകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഹദീസിലും അവസാനം പറയുന്നത് അതാണ്. നരകം നിങ്ങൾക്ക് എത്ര താങ്ങാൻ കഴിയാനനുസരിച്ച് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഗൗരവങ്ങൾ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കും. നരകത്തിന്റെ വിഷയത്തില് നമ്മള് ഒരു 10 ദിവസം നരകത്തിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി അല്ലാഹു തആല മാറ്റിവെക്കുന്നു. 10 ഡേ എന്ന് പറഞ്ഞാൽ 240 മണിക്കൂർ, അല്ലേ? 240 മണിക്കൂർ എന്തിനു തന്നു? നമുക്ക് റഹ്മത്ത് തേടാൻ തന്നു. 240 മണിക്കൂറില് ഒരു 5 മിനിറ്റെങ്കിലും, 10 ദിവസം പറഞ്ഞാൽ എത്ര? 240 മണിക്കൂർ തന്നെ അല്ലേ? എനിക്ക് പഴച്ചോ? ഇല്ല. അതിലൊരു 5 മിനിറ്റെങ്കിലും മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോടൊന്ന് കാരുണ്യം ചോദിക്കാൻ നമ്മൾ ഒഴിവാക്കിയോ? മാറ്റിവെച്ചോ? 240 മണിക്കൂറിൽ ഒരു 5 മിനിറ്റ് മഗ്ഫിറത്തിനും പാപമോചനത്തിന് വേണ്ടിയും അതുപോലെ 240 മണിക്കൂർ അള്ളാഹ് തന്നു. എത്ര ടൈം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി എഴുത്തുക്കുമിനാർ അതേമായിട്ട് തിരിയാണ്.
ഇതിൻ്റെയൊക്കെ അവസാനം റഹ്മത്തും മഗ്ഫിറത്തും കിട്ടിയാൽ നമുക്ക് കിട്ടാൻ പോണത് നരകമോചന. എന്താണ് ഈ നരകം എന്നുള്ളത് ആദ്യം അറിയണം. നരകം ഭയങ്കരമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളോട് കാവല് ചോദിക്കാൻ പറഞ്ഞത് നരകത്തെ കുറിച്ചാണ്. സ്വർഗം വേണമെന്ന് പറയാൻ എവിടെയും പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മൾ സുബഹി നിസ്കാരം, എല്ലാ നിസ്കാരത്തിന് ശേഷം ദിക്ർ ചെല്ലുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള സുബഹിക്കും മഗ്‌രിബിനും ചെല്ലുന്നത് അല്ലേ? അതിൽ നമ്മൾ ചെല്ലുമ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ദിക്ർ ഏതാണ്? ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര വട്ടം ചെല്ലണം? 10 പ്രാവശ്യം ചെല്ലണം. നിസ്കാരം കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞ ഉടനെ ചെല്ലേണ്ടതാ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ചെല്ലേണ്ടത് ഏതാ? അല്ലാഹുമ്മ അജിർനി മിനന്നാർ. എത്ര പ്രാവശ്യം ചെല്ലണം? 7 പ്രാവശ്യം ചെല്ലണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം. എന്താ അതിന്റെ അർത്ഥം? നരകത്തെ തൊട്ട് എന്നെ കാക്കുക. അതിന്റെ അർത്ഥം എന്താ? മറ്റേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് തൗഹീദാണ്. വഹ്ദഹു ലാ ശരീക ലഹു, നീ ഏകനാണ്, നിന്നോട് ഞങ്ങൾ ഒരാളും പങ്കു ചേർക്കൂല. ലഹുൽ മുൽക്ക്, നീയാണ് നിനക്കാണ് അധികാരമുള്ളത്. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, എല്ലാ സ്തുതികളും നിനക്കാണ്. ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു ഒക്കെ നീയാണ്. അള്ളാന്റെ മദ്ഹാണ് പറയുന്നതെങ്കിൽ ആദ്യത്തെ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവൻ നീയാൻ, ജീവിപ്പിക്കുന്നവൻ നീയാൻ, മരിപ്പിക്കുന്നവൻ നീയാൻ, രാജാധികാരം നിനക്കുള്ളതാണ്, എല്ലാത്തിന്റെയും അധികാരി നീയാൻ, നിനക്ക് പങ്കുകാരായി ഒരാളുമില്ല എന്നൊരു സാക്ഷ്യപ്പെടുത്തല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നത് മുതലുള്ള ആ ദിക്റിൽ പറയുന്നതെങ്കിൽ, അത് പറയിപ്പിച്ചിട്ട് ഉടൻ പിന്നെ അല്ലാഹു തആല നമ്മളോട് പറയിപ്പിക്കുന്നത് എന്താ, അല്ലെങ്കിൽ നബിതങ്ങൾ നമ്മളോട് പറയാൻ പറഞ്ഞത് എന്താ? ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതൊക്കെ നീയാണ്, അതുകൊണ്ട് എന്നെ നീ ഒന്ന് നരകത്ത് നിന്ന് കാക്ക്. അല്ല, എനിക്ക് ഇന്നത് കൊണ്ടാന്നല്ല പറഞ്ഞത്, സ്വർഗം താന്നുമല്ല പറഞ്ഞത്. പിന്നെ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ നീയല്ലേ ചെയ്യണത് റബ്ബേ, അതുകൊണ്ട് നരകത്ത് നിന്ന് ജന്മിമില്ല 7 പ്രാവശ്യം നമ്മളവിടെ പറയണം. ഇനിയൊന്ന് കേട്ടോ, നമ്മൾ സുബഹി നിസ്കരിക്കുന്നില്ലേ? സുബഹി സുന്നത്ത് നിസ്കരിക്കുന്നില്ല. സുബഹിയുടെ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? സുബഹിയുടെ സുന്നത്തിന് മറ്റുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ പോലെയല്ല. സുബഹിയുടെ സുന്നത്ത് നിസ്കാരം വളരെ ശക്തിയേറിയ സുന്നത്തുള്ളതാണ്. അത് നിർബന്ധമായിട്ട് നിസ്കരിക്കണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സുന്നത്താണത്. കാരണം എന്താ? മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊന്നും പ്രത്യേകിച്ച് സൂറത്ത് അള്ളാഹ് പറഞ്ഞിട്ടില്ല, നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇന്ന സൂറത്ത് ഓതിക്കോ എന്നൊന്നും പറയില്ല. പക്ഷെ സുബഹിന്റെ അങ്ങനെയല്ല. സുബഹിന്റെ സൂറത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു റക്അത്തിൽ എത്ര സൂറത്ത് ഓതണം? 2 സൂറത്ത് ഓതണം അല്ലെ? ആദ്യത്തെ റക്അത്തില് സൂറത്തുൽ അലം നശ്റഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തില് അലം തറയും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലെ? അങ്ങനെ നിസ്കരിക്കേണ്ട നിസ്കാരം അത്രയും ശക്തിയേറിയ സുന്നത്ത്. ആ സുന്നത്ത് കഴിഞ്ഞ് ഫറളിന്റെ ഇടയിൽ വേറൊരു സുന്നത്തുണ്ട്, നിസ്കാരമല്ല. പിന്നെയോ ഒരു കിടത്തം സുന്നത്തുണ്ട്. നമ്മളത് ഇവിടെ പതിവില്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മളത് ഇതാകാൻ. ഒന്ന് കിടക്കൽ സുന്നത്തുണ്ട്. എങ്ങനെ കിടക്കണോ? ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കണം. സുന്നത്താണ്. നമ്മളിവിടെ ഞാൻ വന്നപ്പോ ആരും ചെയ്യണം കണ്ടിട്ട് നമ്മളായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ വിഷയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിർത്തിയ. കിടക്കല് വെറുതെ കിടക്കല് മാത്രമല്ല, നമ്മൾ ഖബറിലേക്ക് കിടക്കുന്നത് പോലെ ചെരിഞ്ഞ് കിബിലയിലേക്ക് ചെരിഞ്ഞപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ തലയും അവിടെ കാലുമായിട്ട് നമ്മൾ ഖബറിലേക്ക് ചെരിച്ചു വെക്കുന്നത് പോലെ ചെരിച്ചു വെക്കണം. എന്നിട്ടൊരു ദിക്ർ ചെല്ലാണ്, അല്ലാഹുമ്മ റബ്ബി ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വ ഹംലത്തുൽ അർശി എന്ന് പറഞ്ഞിട്ട് അവിടെയും പറയുന്നത് അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുമ്മ റബ്ബി ജിബ്രീല, ജിബ്രീലിന്റെ റബ്ബേ, മീകാഈലിന്റെ റബ്ബേ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും റബ്ബേ അജ്ർനി മിനന്നാർ, നരകത്തിൽ നിന്ന് തന്നെ ഒന്ന് കാക്കണട്ടോ. ആ ഒരു സുന്നത്തിന്റെ അവിടെ 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഒന്ന് എണീറ്റിരിക്കണം. എന്നിട്ട് വേണം ഫർദ് നിസ്കരിക്കേണ്ടത്. സുന്നത്താണത്. ആ ഒരു സുന്നത്തുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പൊ നമ്മൾ ആദ്യം മുതൽ നമ്മളെ കൊണ്ട് റമദാൻ ആദ്യം മുതൽ പറയിപ്പിക്കുന്നത് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക, നരകത്തെ കൊണ്ട് കാക്കല. നിസ്കാരത്തിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് സ്വർഗ്ഗം ചോദിക്കണില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ, ഖബറിന്റെയും നരകത്തിന്റെയും അദാബിനെ തൊട്ട് എന്നെ നീ കാക്കണം. എവിടെയെങ്കിലും അവിടെ സ്വർഗം തരണം എവിടെയെങ്കിലും പറയും നിങ്ങൾ കണ്ടു നിസ്കാരത്തിൽ? ഇല്ല.
നരകത്തെ തൊട്ട് കാക്കണം, ഖബറിനെ തൊട്ട് കാക്കണം എന്നാ പറയുന്നത്. ഖബറിന്റെ അദാബും നരകത്തിന്റെ അദാബിനെ തൊട്ട് തന്നെ കാക്കണം. ഇനി നോക്കിക്കോ, ഏത് പള്ളികൾ എടുത്ത് നിങ്ങൾ നോക്കിക്കോ, മിമ്പറിൽ നിന്നിട്ട് ദുആ ചെയ്യുന്ന ദുആകളിൽ 3 പ്രാവശ്യം പറയും. ഏത്? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അങ്ങനെ നമ്മളുടെ ലൈഫിൽ എല്ലാ ഭാഗങ്ങളിലും അല്ലാഹു തആല ഈ ദുആ, നബിതങ്ങളെ ഈ ദുആ പഠിപ്പിക്കാനുള്ള കാരണം അത്രയും ഗൗരവമുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കിട്ടലാണ്. അപ്പൊ അതിനുള്ള സമയങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. തൗബ ചെയ്ത് നമ്മൾ മാറുക. അതേപോലെ തന്നെ ഇനി അവശേഷിക്കുന്ന ദിനങ്ങൾ പൂർണ്ണമായി ഇതുവരെ നമ്മൾ കാണിച്ചതിനെക്കാട്ടിലും ഉത്സാഹങ്ങളും ആവേശങ്ങളും ഒക്കെ കാണിക്കേണ്ടതാണ്. നമ്മൾ ക്ഷീണം പിടിച്ച് പിന്നോട്ട് പോകേണ്ടതല്ല. അതൊന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വരിക. ഒന്ന് മാനസികമായിട്ടൊന്ന് തയ്യാറാകണം. നന്നാവണം എന്നൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ എടുക്കണം. എങ്കിലും ഞാൻ നാളെ മുതൽ എൻ്റെ ക്ലാസ് കേട്ടിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. പറയുന്ന ഞാൻ അടക്കാണ് കേട്ടോ. നിങ്ങളെല്ലാം ഞാൻ വലിയ മഹാനാണെന്ന് നിങ്ങൾ കരുതണ്ട. ഈ പറയണതൊക്കെ നിങ്ങളെ നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കൊന്ന് നന്നാകാനും കൂടി. ഇങ്ങനൊക്കെ കുറെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വരൂലടാ, നീ ഇങ്ങനൊക്കെ വഴക്ക് പറഞ്ഞിങ്ങനെ നടന്നിട്ട് നിനക്കൊന്ന് നന്നാവേണ്ടടാ എന്നുള്ളൊരു തോന്നൽ വന്ന് ഞാനൊന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, നിങ്ങളെ നന്നാക്കണം എന്നുള്ളതിലല്ല. അല്ല നിങ്ങൾ മോശം, ഞാൻ വലിയ മഹാനായിട്ടൊന്നുമില്ല. ഏറ്റവും മോശമുള്ള ഒരു വ്യക്തി ഞാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കൊന്ന് നന്നാവണം, നിങ്ങളൊന്ന് നന്നായി. നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെടൂല, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഒന്ന് ഉറപ്പിക്കണം. ആ ഉറപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് പടച്ച റബ്ബിനോട് ഒന്ന് കരമുയർത്തി ദുആ ചെയ്യുക. അത് എപ്പോഴാണെങ്കിലും അത് ഏത് നിസ്കാരത്തിൽ ഒറ്റക്കൊന്നിരിക്കുക, സുന്നത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒറ്റക്കൊന്നിരിക്കുക, എന്നിട്ട് പറയാൻ ഒരുപാട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് എന്താന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഞാൻ ചെയ്തത് എന്താന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാരാ? ഞാനാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്ത് അല്ലാതെ പിന്നെ അറിയുന്ന ആളാരാ? ഞാനാണ്. അല്ലേ? അതൊന്ന് പറയണ എന്താ പ്രശ്നമല്ലോ? ജനങ്ങളോട് പറയുമ്പോഴല്ലേ വഷളുള്ളൂ. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാന്നുള്ളത് നമുക്കറിയാം. പിന്നെ അള്ളാഹിനോട് കൊണ്ടെടുത്ത് പറയണേ നമുക്ക് എന്താ വഷളുള്ളത്? അറിയാത്ത ഒരാളോട് പോയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴല്ലേ വഷളുള്ളൂ. അപ്പൊ അള്ളാഹ്ക്ക് ഇതെല്ലാം അറിയാം, നമുക്കും ഇതൊക്കെ അറിയാം. പിന്നെ അള്ളാഹിന് മുമ്പിൽ വീണ്ടും നമ്മളൊരു കാപ്പറ്റിയെ നടക്കണോ, ഒരു മറ പിടിക്കണോ? ഒന്ന് തുറന്ന് എടുത്ത് പറയണം, പറ്റിപ്പോയിട്ടുണ്ട്, ഇനി ഉണ്ടാവില്ല, അറിഞ്ഞ് ചെയ്യൂല, ഒന്ന് പുറത്തു തന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് നന്നാകാനുള്ള വഴിയിലേക്ക് ഇറങ്ങുക. അപ്പൊ അള്ളാഹു തആല തൗഫീഖ് നൽകും. അപ്പൊ അതിനുള്ള മാർഗങ്ങളും കാറ്റുകളും ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണേ റഹ്മാനെ. നിന്റെ ത്വാഅത്തിലായി ദീനീ ഖിദ്മത്തിലായി ദീർഘകാലം ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അല്ലാഹു ഒരുപാട് അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാരും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, കുടുംബങ്ങൾ സർവർക്കും നീ പുറത്തു നൽകണം റഹ്മാനെ. അതുപോലെ പരിശുദ്ധ റമദാനിലും ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. നാഥാ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. പരിശുദ്ധ റമദാൻ എല്ലാ നിലക്കും ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹമാക്കണേ അല്ലാഹ്, പരീക്ഷണമാക്കല്ല റഹ്മാനെ, അവസാനത്തേതാക്കല്ല തമ്പുരാന്. അല്ലാഹുവേ, റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും ഒക്കെ കരസ്ഥമാകുന്ന ലൈലത്തുൽ ഖദ്ർ ലഭ്യമാകുന്ന അടിമകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ, നിന്റെ തോഴത്തിലാക്കി തരണം റഹ്മാനെ. ഖൽബിലെ മാലിന്യങ്ങളെല്ലാം നീക്കി റഹ്മാൻ ഒരു ഈമാനികമായ ഖൽബോടുകൂടെ തഖ്വയുള്ള ജീവിതത്തോടെ ഇഖ്ലാസുള്ള ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊരു കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്ന് 16 അസ്തമിച്ചാൽ 17 രാവാണ്. 17 രാവിലെ രാത്രിക്ക് ഒരുപാട് മഹത്തുണ്ട്. മഹത്തെന്ന് പറഞ്ഞാൽ ബദറിൽ പോയ ആളുകൾക്ക്, ഉംറക്കും ഹജ്ജിനും മറ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയ ആളുകൾക്ക് അറിയാൻ കഴിയും. കാരണം നമ്മൾ ബദറിലേക്ക് പോയി കഴിഞ്ഞാൽ ബദർ രണാങ്കണം ആദ്യമൊന്നും കാണാൻ പറ്റൂല, പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റും. ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉഹദിൽ കാണുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബദറിന്റെ രണാങ്കണം കാണാൻ. ഫസ്റ്റ് വലിയ മതിലായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറ്റി വലിയ ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് പുറത്ത് നിന്നാൽ ഉള്ളിലുള്ളതൊക്കെ വ്യക്തമായിട്ട് ഉള്ളിൽ കടക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതിന്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ അരീഷ് എന്ന് പറയും.
മസ്ജിദുൽ അരീഷ്. ആ പള്ളിയുടെ പ്രത്യേകത എന്താ പറഞ്ഞാൽ അവിടെയാണ് ബദറിൽ അന്ന് തലേന്ന് രാത്രി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് നിസ്കരിച്ചതും ദുആ ചെയ്തതും. പിറ്റേ ദിവസം പകല് ബദറിലേക്ക് ശത്രുക്കളെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾ ദുർബലരാണ് റബ്ബേ, അതുകൊണ്ട് നിന്റെ സഹായം വേണമെന്ന് പറഞ്ഞ് നബി തങ്ങൾ ദുആ ചെയ്തത് ആ മസ്ജിദുൽ അരീഷിൽ ഇരുന്നിട്ടാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഹംസത്തുർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൗദില്ലേ, ഹൗദ് മീൻസ് ടാങ്ക്, വെള്ളത്തിന്റെ ടാങ്ക്, അതൊന്നും അറിയില്ല ബദറിന്റെ, അത് ഉണ്ടായത് അവിടെയാണ്. അപ്പോ അവിടെ നിന്നിട്ട് നബി തങ്ങള് ബദറിന്റെ തലേന്ന് രാത്രി ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയുടെ ഫലമാണ് പിറ്റേ ദിവസം മലക്കുകൾ ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ രാത്രി ദുആക്ക് ഇജാബത്തുണ്ട്. അതുപോലെ എല്ലാ പരിശുദ്ധ റമദാനിലെ എല്ലാ രാത്രിയും ഇജാബത്തുള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഒരു ആദരവ്, ബഹുമാനം അതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അപ്പൊ അതൊന്നും മറന്നു പോകരുത്. അവരൊക്കെ ആദരിക്കലും സ്നേഹിക്കലും ഒക്കെ എന്താണ്, ഈമാനിന്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളികളിൽ തറാവീന്റെ ശേഷം എന്തുണ്ട്, അവരുടെ മധുര പറഞ്ഞ് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.